ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും തൃശ്ശൂർ പാവറട്ടിയിൽ ഒരു പ്രോഗ്രാമിന് പോയതാണ്. നമ്മുടെ ജാനകിയുടെ സ്കൂളിൻ്റെ പ്രോഗ്രാം. അവൾക്കൊരു ഡേ കെയർ ഉണ്ട്, അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമിന് പോയതാണ്. അടിപൊളിയായിരുന്നു. പത്രമാറ്റ് ടീം ഉണ്ടായിരുന്നു ഫുള്ള്. നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ നല്ല രസമായിരുന്നു. ക്യൂട്ടായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ഒരുപാട് എന്താ പറയുക, ഡാൻസും അതുപോലെ തന്നെ പല പല പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഭയങ്കരം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, കൊച്ചുകുട്ടികളുടെ പ്രോഗ്രാമൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവില്ലേ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും ഭദ്രദീപം തെളിയിച്ചുകൊണ്ടാണ് അത് ഉദ്ഘാടനമൊക്കെ ചെയ്തത്. ഭയങ്കര സന്തോഷമായിരുന്നു. നല്ലൊരു പ്രോഗ്രാമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ പേരൻസൊക്കെ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ സീരിയൽ. അതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. സത്യമായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ഫാൻസ് ഉണ്ടെന്ന് അറിയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ ഞാനും എൻ്റെ നയനയും ഒരേപോലുള്ള ഡ്രസ്സായിരുന്നു. ഇവരെനിക്ക് തോന്നുന്നത് ഇതുവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി അടി പിടിയൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങളും വീട്ടിലും അകത്തും പുറത്തും അടുക്കളയിൽ വരെ പ്രശ്നങ്ങളായിരുന്നു. അതെ അതെ, ഇവൾക്കൊരു കരളില്ല ഇപ്പൊ. ഒരെണ്ണമുള്ളൂ, ചെറിയൊരു പോർഷൻ ബാക്കി ഇവിടെ കംപ്ലീറ്റ് ഇവിടെയാണുള്ളത്. ബയോളജി അറിയില്ലാന്ന് തോന്നുന്നു. അതിന്റെ അഹങ്കാരം കിട്ടിയതിന്റെ അതുകൊണ്ട് സ്വഭാവം മാറിയല്ലോ. ആളാകെ പോസിറ്റീവായി, നെഗറ്റിവിറ്റി ഒക്കെ മാറി ആളാകെ പോസിറ്റീവായി. എന്നിട്ട് എന്തായി, ഇപ്പൊ രണ്ടുപേരും നല്ല കട്ട ചങ്കാണ്. ഇപ്പൊ ഡ്രസ്സിങ് പോലും കണ്ടോ, മാച്ച് ചോദിക്കാതെ വയ്യ. നിങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരുപോലെ എല്ലായിടത്തും പോകുള്ളൂ എന്നുള്ള പ്ലാനിലാണോ? അതെ, സീരിയലിൽ രണ്ടുപേരും സെറ്റ് ആയപ്പോഴാണോ ഇങ്ങനെ ഡ്രസ്സിങ്ങിനും ആ ഒരു കോമ്പിനേഷൻ കൊണ്ടുവന്ന് ആണെന്ന് തന്നെ പറയാം. അത് കൊള്ളാം. എന്നെ മിക്ക ഡ്രസ്സും ചൂസ് ചെയ്യുന്ന ചേച്ചി തന്നെയാണ്. ഞാനിപ്പം എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചേച്ചീൻ്റെ അടുത്ത് ഓടി ഒന്ന് ചോദിക്കാം, ഇന്ന് ഇങ്ങനത്തെ ഡ്രസ്സ് വേണം ഞാൻ ഇടാന്നുള്ളത്. അപ്പൊ ചേച്ചി എനിക്ക് ഓരോ റെഫറൻസ് ഒക്കെ കാണിച്ചു തരും. അപ്പൊ അതുപോലെയാണ്. അപ്പൊ എൻ്റെ അടുത്ത് പറയും, ഇതിങ്ങനെ സ്റ്റൈൽ ചെയ്യണം, മുടി ഇങ്ങനെ ചെയ്യണം, ഇയറിങ്സ് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ പറഞ്ഞിട്ട് ചേച്ചിയാണ് എനിക്ക് എല്ലാം ചെയ്ത് തരാറുള്ളത്. ലക്ഷ്മിയുടെ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ കൂടെ ആയി മാറിയിരിക്കുകയാണ് രശ്മി ചേച്ചി അല്ലേ? നയന എന്ത് ചെയ്യാനും ചേച്ചിയോട് ചോദിക്കും, ഞാനിപ്പോ വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങട്ടെ ചേച്ചി? എന്നാ ശരി, ഇറങ്ങിക്കോളാം. അത്രയും എല്ലാ കാര്യങ്ങളും അത്രയും മനസ്സിന്റെ എന്താ പറയുക, മനസ്സിന്റെ അടുപ്പം വരെ നമുക്ക് കീപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് നയനയുടെ സ്നേഹം കണ്ടിട്ടാണോ നമ്മുടെ കഥയിൽ ഒരു മാറ്റം കൊടുക്കുന്നത്? കഥയിൽ കീരിയും പാമ്പുമായിരിക്കുകയാണ്. അപ്പൊ റിയൽ ലൈഫിൽ സ്നേഹം കണ്ടപ്പോ സ്ക്രിപ്റ്റില് ചെറിയൊരു മാറ്റം കൊടുത്ത് ഇവരെ അങ്ങോട്ട് ചേർത്ത് വെച്ചതായിരിക്കും. എന്താ അവരുടെ ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നത്. അത് ഉണ്ണിയേട്ടനോട് ചോദിച്ചാൽ ചിലപ്പോ ഒരു ഐഡിയ കിട്ടും. എന്തായാലും നയന നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് നയനെ ക്ഷണിക്കുന്നു. എല്ലാവരുടെയും കയ്യടിയോടുകൂടി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആക്ച്വലി ഇവിടെ സംസാരിച്ച് കൊളോക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം അത്ര നല്ല അടിപൊളി പെർഫോമൻസ് ആണ് നമ്മുടെ കുട്ടികൾ ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ആ ഒരു പ്ലേ സ്കൂൾ ടൈമൊക്കെ ഓർമ്മ വന്നു. പണ്ട് ഞാൻ രംഗപൂജ ചെയ്യുന്ന സമയത്ത് എൻ്റെ താലം എടുത്തുകൊണ്ട് ഒരു കുട്ടി പോയി കളഞ്ഞു. എന്നിട്ട് ഞാൻ കൈയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് ഇവിടെ പ്രോപ്പർട്ടീസിന് വേണ്ടി തല്ലൊടിക്കുന്നതൊക്കെ കണ്ടു. അപ്പൊ എനിക്ക് എൻ്റെ ഒരു മെമ്മറീസാണ് വന്നിട്ടുള്ളത്. എന്ത് ക്യൂട്ടായിട്ട് അവർ ചെയ്യുന്നു. ആ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ തിരിച്ചു പോകാനായിട്ട് ഓരോ നിമിഷവും കൊതിച്ചുകൊണ്ടിരിക്കാൻ ഇവിടെ ഇരുന്നപ്പോൾ ഒത്തിരി സന്തോഷം. വരാൻ പറ്റിയാലും നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയാലും. അതുപോലെ തന്നെ പത്രമാറ്റം എല്ലാരും കാണാറുണ്ടോ? അറിയോ ഞങ്ങളെയൊക്കെ? എല്ലാരും പറയാത്തെ ഉണ്ടോ? കാണാറുണ്ടോ? അമ്മമ്മ മാത്രമേ ഉള്ളൂ. അമ്മമ്മ വന്നപ്പോഴേ വന്ന് ഞാൻ കാണാറുണ്ട്. എന്നൊന്ന് കൈപോക്കി ആരൊക്കെതില് പത്രമാറ്റം കാണുമെന്ന് പറയാമോ? ഇനി കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും രാത്രി 8:30 to 9 മണി വരെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തരണം. ആ TV അങ്ങോട്ട് ഓൺ ചെയ്ത് വെക്കാൻ കാണിക്കാൻ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. അത്രയും വരാനുള്ളൂ. ഓക്കെ, താങ്ക് യു. നയന പറയുന്ന കൂട്ടത്തിലെ മറ്റേ ചെറുപ്പത്തിലെ മിസ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞു. നമ്മള് സ്മിത ചേച്ചിക്ക് ആ മിസ്സിങ് വന്നപ്പോ നമ്മളത് മാറ്റി കൊടുത്ത പോലെ നമുക്ക് നയനയുടെ ആ ഒരു മിസ്സിങ് നമുക്ക് മാറ്റി കൊടുക്കാം. അതിന് മുൻപ് രശ്മി ചേച്ചിക്ക് എന്താ പറയാ? എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും എനിക്കിവിടെ വരാൻ സാധിച്ചു, വളരെ സന്തോഷം. അതിന് നമ്മുടെ വിമതയോട് വലിയൊരു താങ്ക്സ് പറയാണ്. അതുപോലെ ടീച്ചർ ചേട്ടനോടും
വിവിധയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ പത്രമാറ്റി വെച്ചിട്ടാണ് കേട്ടോ പരിചയപ്പെടുന്നത്. ഒരു കുറച്ച് കഴിഞ്ഞിട്ടാണ് വിവിധ ജോയിൻ ചെയ്തത്. പക്ഷെ നല്ല എന്താ പറയാ, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറും ഒക്കെയാണ് വിവിധ. നമ്മുടെ താരം ഭയങ്കര ഒരു എന്താ നല്ല സ്വീറ്റാണ് കക്ഷി, നാണയൊന്നുമില്ല ഉള്ളതാ. അപ്പോ വളരെ സന്തോഷം. എല്ലാ കുട്ടികളും നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷവും ഞങ്ങളിരുന്ന് ചിരിക്കും ഇവിടെ ഇരുന്ന്, കാരണം അവരുടെ ക്യൂട്ട്നെസ് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ് മനസ്സിന്. അപ്പൊ ഈ വർഷം നന്നായി അവർ പെർഫോം ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും താങ്ക് യു. രശ്മി ചേച്ചിക്ക് മിസ്സിംഗ് ഉണ്ടോ പഴയ സ്കൂൾ കാലഘട്ടം ഡാൻസ് പെർഫോമൻസ് ഒക്കെ? പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവര് കളിക്കുന്ന കണ്ടിട്ട് എനിക്കും കളിക്കണം എന്ന് എന്റെ ചെവിയിൽ പറഞ്ഞിട്ടുണ്ട്. സത്യമായിട്ട് ഓൾറെഡി ചെറുപ്പത്തിൽ ഡാൻസും പാട്ടും മിമിക്രി ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഞങ്ങൾ കുറേ ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. അതാണ് അങ്ങനെ സ്റ്റേജിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കളിച്ചു, നല്ലൊരു പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ സന്തോഷമായിരുന്നു. ആ ഒരു ദിവസം മറക്കാൻ പറ്റില്ല, അത്രയ്ക്ക് സന്തോഷമായിരുന്നു. താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും അടിച്ചു പൊളിച്ചിരിക്കുക, വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. അങ്ങനെ തന്നെ എന്താ പറയുക, എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ നല്ല ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ്. താങ്ക് യു സോ മച്ച്.